പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാംസ്കാരിക പ്രമുഖർ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി അടക്കം സംസാരിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. കാരണം ഇപ്പോൾ തൃശ്ശിവ പേരൂർ ശിവന്റെ പേരുള്ള ഊരെന്നാണ് തൃശ്ശിവ പേരൂർ. അത് തൃശ്ശൂരാക്കി. എന്തർത്ഥമുണ്ട്? തൃശ്ശിവ പേരൂർ നമ്മൾ തൃശ്ശൂർ എന്നാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ നമ്മൾ ക്രാങ്കല്ലൂർ എന്നാണ് പറയുന്നത്. കൊടുങ്ങല്ലൂരൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായ പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേരള ഇത്രയും വർഷങ്ങൾ നമ്മളിപ്പോഴും കേരള എന്നാണ് പറ്റും. അല്ലെ ഹിന്ദിക്കാർ കേരൾ, നമ്മുടെ നാടിൻ്റെ പേര് കേരളം എന്നാണ്. അപ്പം ഇനി മുതൽ കേരളം എന്നറിയപ്പെടും. തീർച്ചയായിട്ടും അതൊരു സന്തോഷമായ കാര്യമാണ്. അതിന് നന്ദി അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. വളരെ അദ്ദേഹം സത്യത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു വേൾഡ് ലീഡറായതെന്ന് ഇന്നത്തെ അദ്ദേഹം ഞങ്ങളുമായിട്ടുള്ള മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി. കാരണം അദ്ദേഹം സംസാരിച്ചത് സാഹിത്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമാണ്. അത് ഞങ്ങളുടെ വിഷയം സംസാരിച്ചത് എന്ന് മാത്രമല്ല, ഞങ്ങളിൽ ഒരാളായിട്ട് പോലും ഞങ്ങളെക്കാൾ താഴെ നിന്ന് സംസാരിക്കുന്ന ഒരാളിൻ്റെ വിനയത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്ക് പോലും ഇതൊരു പാഠമാണ്. എങ്ങനെ പെരുമാറണം, മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, അതിഥികളോട് എങ്ങനെ പെരുമാറണം. ഈ പേരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടത് പാഠമാണ്. പേരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ പേര് മാറ്റാനുള്ള ഒരു കേരളം, അതിനെ പറ്റി എന്താണ് അദ്ദേഹം പറഞ്ഞത്? അല്ല, അതിന് അപ്രൂവൽ വേണം. നമുക്ക് നമ്മൾ മാറ്റിയാൽ പോരല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ് അതിനെപ്പറ്റി? അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം, ആൾ ലാംഗ്വേജ് ആർ രാഷ്ട്രഭാഷ. ഭാരതത്തിലെ എല്ലാ ഭാഷകളും രാഷ്ട്രഭാഷകളാണ്. ഹിന്ദി മാത്രം രാഷ്ട്രഭാഷയല്ല, മലയാളവും രാഷ്ട്രഭാഷയാണ്, തമിഴും രാഷ്ട്രഭാഷയാണ്. ആ ഒരു മിഷൻ വളരെ വലുതല്ലേ. അതൊരു പ്രൈം മിനിസ്റ്റർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. ഇതിന് മുൻപ് വന്ന പല പ്രൈം മിനിസ്റ്റേഴ്സും ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചവരാണ്. കാരണം ഹിന്ദി രാഷ്ട്രഭാഷ, നിങ്ങൾ ഹിന്ദി പഠിക്കണം, ഹിന്ദി സംസാരിക്കണം. അപ്പം തമിഴ്നാട് ഇന്ന് ഹിന്ദി പഠിക്കുന്നില്ല. തമിഴ്നാട് ഇന്ന് ഹിന്ദി അംഗീകരിച്ചിട്ടില്ല. ഹിന്ദി സമാചാർ പോലും അവിടെ വരാനുവദിക്കില്ല തമിഴ്നാട്ടിൽ. പക്ഷേ നമ്മൾ സമഭാവനയുള്ളവരായതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചു. നമ്മുടെ ടി വിയിൽ ഹിന്ദി സമാചാർ വരും, നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ എന്നെ സംബന്ധിച്ചുള്ള ഒരു മറക്കാനാവാത്ത ഒരു ദിവസമാണ്. അദ്ദേഹമായിട്ട് ചെലവഴിച്ച ഒരു അരമണിക്കൂർ സമയം മറക്കാനാവാത്തതാണ്. ഞാൻ തന്നെ പഠിക്കേണ്ട ചില പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് കിട്ടി. അത് നമ്മുടെ ഗവൺമെന്റ് കേരളം പാസ്സാക്കിയ നമ്മുടെ കേരളം എന്നായിരിക്കണം. ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി പറഞ്ഞതുപോലെ ഇതൊരു പുതിയ അനുഭവമായിരുന്നു നിശ്ചയമായിട്ടും. എന്താണ് ഞങ്ങൾ വരാനിടയായ സാഹചര്യം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരള നിയമസഭ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ പ്രാദേശിക ഭൂമികയുടെ പേര് ഇനി മുതൽ കേരളം എന്ന് തന്നെ ആയിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തു. അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മഹാകവി വള്ളത്തോളിൻ്റെ കവിത നമ്മുടെ മുമ്പിലുണ്ട്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അതുപോലെ പാലാ നാരായണൻ നായർ പല ഭാഗങ്ങളായിട്ട് കേരളം വളരുന്നു എന്ന പേരിൽ കവിത രചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കവിഭാവനയിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടയാളമായിട്ട് നമ്മുടെ ഭൂമികയെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നത് കേരളം എന്ന് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു രീതിയിൽ അവരുടെ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി ഇതിനെ പരിഷ്കരിച്ച് കേരള ആക്കി അത് നമ്മളെല്ലാ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം അത് തുടർന്നുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ എന്താണ് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കേരള
ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നേ പറയുള്ളൂ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ എഴുതാൻ വയ്യേ, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരളം എന്നെഴുതാമല്ലോ. ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രണ്ട് ഉദാഹരണം പറയുകയാണ്, കേരളം എന്ന് എഴുതാം. അപ്പോൾ സാധ്യമാകുന്നിടത്ത് എല്ലാം, ചില സന്ദർഭങ്ങളിൽ ഞാൻ സമ്മതിക്കുന്നു, നമ്മുടെ ചില ശ്രേഷ്ഠ സുഹൃത്തുക്കൾ പറഞ്ഞ അത് ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് കേരള എന്ന് എഴുതേണ്ടി വരും. അത്ര വലിയ പിടിവാശിയൊന്നും നമുക്കില്ല. പക്ഷെ സാധ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഒരു പാരമ്പര്യത്തിനും സംസ്കാരത്തിനും അനുരൂപമായിട്ട് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാമം അങ്ങനെ സൂക്ഷിക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആദരണീയനായ പ്രൈം മിനിസ്റ്റർ നേതൃത്വം കൊടുത്ത് കേന്ദ്ര മന്ത്രിസഭ അത് അംഗീകരിച്ചു തന്നു. കാരണം മന്ത്രിസഭ അംഗീകരിക്കണം. നമ്മുടെ സംസ്ഥാന പുനർനിർണയന സമിതിയുടെ ആ ഒരു ഉണ്ടല്ലോ, അതനുസരിച്ചൊരു അംഗീകാരം ആവശ്യമാണ്. അത് വളരെ പെട്ടെന്ന് അദ്ദേഹം അംഗീകരിച്ചു തന്നു. അതിലുള്ളൊരു സന്തോഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വരവിൻ്റെ മുഖ്യമായ ലക്ഷ്യം. മറ്റൊന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭാഷാ നിയമം പാസ്സാക്കിയിട്ട് നാളുകൾ കുറേയായി. പക്ഷേ അതിപ്പോഴും ഗവർണറുടെ മുമ്പിൽ ഇരിക്കുകയാണ്, അതിന് അംഗീകാരം കിട്ടിയിട്ടില്ല. ആ വിവരം കൂടി ആദരണീയനായ പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതും പറഞ്ഞ വലിയ സന്തോഷം പറയാണ്. ഈ യാത്ര എത്ര സന്തോഷകരമായ ഒരു അനുഭവമായി എന്ന് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വട്ടമിട്ടിരുന്ന് ഒപ്പമിരുന്ന് ഓരോ കാര്യങ്ങൾ നമ്മുടെ ഭാഷയെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുകയായിരുന്നു. വിവിധ സംസ്കാരങ്ങളെ കുറിച്ച് വളരെ നമ്മുടെ ഓരോ സംസ്ഥാനത്തിലെയും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ. നമ്മുടെ പ്രാദേശിക ഭാഷകൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു മഹത്വം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഇതിനു മുമ്പ് സാഹിത്യ അക്കാദമി പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഇന്ത്യൻ ലാംഗ്വേജ് ഈസ് വൺ, അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് വൺ ദോ റിട്ടൺ ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എന്ന് സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ സംസ്കാരത്തിനുള്ളൊരു സവിശേഷത എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ എളിയ തോതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സംസ്കാരം എല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ബോധം അത് വളരെ ഭംഗിയായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആദരണീയനായ പ്രൈം മിനിസ്റ്റർ എന്ന്. ഞാൻ അദ്ദേഹത്തോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്, കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ്. പക്ഷെ ഇത്ര വിനയാന്യതനായി അതുപോലെ ഒരു ചർച്ച ചെയ്യുന്ന രീതിയിൽ ഒരുമിച്ചിരുന്ന് ഒരു സാഹിത്യ ചർച്ചയായിരുന്നു അല്ല, അദ്ദേഹം സംസാരിക്കും, നമ്മളെ അങ്ങനെ ചർച്ചയായിരുന്നു, ശരിക്കും ഡിസ്കഷൻ. സംസ്കാരത്തെ കുറിച്ച്, ഭാഷകളെ കുറിച്ചുള്ള ഡിസ്കഷൻ അതിനേക്കാൾ വലിയൊരു പ്രധാനമന്ത്രിയോട് പറയാനാണ് നമുക്ക് യാത്ര ചെയ്യാൻ വാതിൽക്കൽ വന്ന് ഞങ്ങൾ